ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്തിൽ വരെ കൈയിട്ട് വാരിയ CPM നേതാക്കൾ ഇപ്പോൾ കൃത്യമായ തെളിവുകളോടെ പിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ നാണക്കേട് മറയ്ക്കാൻ പുതിയ വേലകളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോറ്റിയെ കയറ്റി എന്ന ഗാനം കേരളത്തിലുടനീളം സഖാക്കളെ എങ്ങനെയാണ് വെള്ളം കുടിപ്പിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. വിശ്വാസികളെ വെല്ലുവിളിച്ച് അയ്യപ്പന്റെ സ്വർണം കവരുന്നത് ഒരു ശീലമാക്കിയവർ ഇപ്പോൾ ജനവികാരം തങ്ങൾക്കെതിരാണെന്ന് കണ്ടപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് മനംമാറ്റം വന്ന് ആ ഗാനത്തിന് പാരഡി പരിവേഷം നൽകി തടിയുരാൻ നോക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും CPMന്റെ നെറുകെട്ട രാഷ്ട്രീയം അവസാനിക്കുന്നില്ല എന്നതാണ് പുതിയ സൈബർ പ്രചാരണങ്ങൾ തെളിയിക്കുന്നത്. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം സോണിയാഗാന്ധിയും അടൂർ പ്രകാശും നിൽക്കുന്ന ചിത്രങ്ങൾ വെച്ച് വിചിത്രമായ കഥകൾ പടച്ചുവിടുകയാണ് ഇപ്പോൾ സൈബർ സഖാക്കൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് സ്വർണ്ണ ബ്രേസ്ലെറ്റ് സമ്മാനമായി നൽകിയെന്നും ശബരിമലയിൽ നിന്ന് അടിച്ചുമാറ്റിയ സ്വർണമാണിതെന്നുമാണ് സഖാക്കളുടെ പുതിയ കണ്ടുപിടുത്തം. 2019 സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് എന്നത് സഖാക്കൾ മനഃപൂർവ്വം മറന്നിരിക്കുകയാണ്. അന്ന് ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള പോലീസും ദേവസ്വം ബോർഡും CPMന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. ഭരണം കയ്യിലിരുന്നിട്ടും അയ്യപ്പന്റെ സ്വർണം സംരക്ഷിക്കാൻ കഴിയാത്ത പിണറായി സർക്കാർ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന സോണിയാഗാന്ധിയുടെ തലയിൽ ഈ കൊള്ള കെട്ടിവെക്കാൻ നോക്കുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. ശബരിമലയിൽ സ്വർണം ഇളക്കി മാറ്റി പകരം ചെമ്പ് പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചതുവരെ സോണിയാഗാന്ധി വിളിച്ചു പറഞ്ഞിട്ടാണെന്നാണ് സഖാക്കൾ തട്ടിവിടുന്നത്. ഇത്രയും കാലം ഭരിച്ചിട്ടും ഇവിടുത്തെ പോലീസിനും ഇന്റലിജൻസിനും അറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ സഖാക്കളുടെ AKG സെന്ററിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്നത് ആരെ പറ്റിക്കാനാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. സ്വന്തം പാളയത്തിലെ പ്രമുഖ നേതാവും മുൻ ദേവസ്വം പ്രസിഡന്റുമായ പത്മകുമാർ ഇപ്പോൾ ജയിലഴികൾക്കുള്ളിലാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടന്നപ്പോഴാണ് CPMന്റെ ഉന്നത നേതാക്കൾ ഓരോരുത്തരായി കുടുങ്ങിയത്. സർക്കാരിന്റെ കയ്യിലുള്ള പോലീസല്ല, മറിച്ച് കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കേസുമായി മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് AKG സെന്ററിൽ ഇരുന്നു കൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ പിണറായി സർക്കാരിന് കഴിയാത്തത് എന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സ്വന്തം നേതാക്കൾ ഓരോരുത്തരെ അറസ്റ്റിലാകുമ്പോൾ ഉണ്ടായ ജാള്യത മറയ്ക്കാനാണ് ഇപ്പോൾ സോണിയാഗാന്ധിക്കെതിരെ SIT ഉടൻ ഡൽഹിക്ക് പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിലാകുമെന്നും ഒക്കെയുള്ള വ്യാജ പോസ്റ്ററുകൾ സൈബർ സഖാക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കളെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് വേട്ടയാടിയ CPM ഇപ്പോൾ സ്വന്തം നേതാക്കൾ കൃത്യമായ തെളിവുകളോടെ പിടിക്കപ്പെട്ടപ്പോൾ കോടതി വിധി വരട്ടെ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് ഇവരുടെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പത്മകുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി CPM നടത്തുന്ന ഈ കള്ളപ്രചാരണങ്ങൾ സത്യത്തിൽ അവരുടെ തന്നെ അഴിമതിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. അന്വേഷണം തങ്ങളിലേക്ക് എത്താതിരിക്കാൻ പ്രതിപക്ഷ നേതാക്കളുടെ മെക്കിട്ട് കയറുന്ന CPM ശൈലി കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വർണം ചെമ്പായി മാറിയ കഥയിൽ ഉത്തരം മുട്ടുമ്പോൾ പുതിയ പുതിയ തിരക്കഥകൾ ഉണ്ടാക്കി ചാനൽ ചർച്ചകളിൽ വെറുപ്പിക്കാനാണ് സഖാക്കൾ ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന വസ്തുത CPM വിദഗ്ധമായി മറച്ചുപിടിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത പോലീസ് ജീപ്പിന്റെ താക്കോൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പോയി വാങ്ങിയ ചിത്രങ്ങൾ കേരളത്തിന് മുന്നിലുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും തണലിലാണ് ഇത്രയും കാലം സ്വർണ്ണക്കൊള്ള നടന്നതെന്ന് ഇതോടെ പകൽ പോലെ വ്യക്തമായി. എന്നിട്ടും ഇപ്പോൾ സകല നേതാക്കൾക്കൊപ്പം നിന്ന് പടമെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഫോട്ടോ വെച്ച് സോണിയാഗാന്ധിയെയും കോൺഗ്രസിനെയും താറടിച്ചു കാണിക്കാനുള്ള CPMന്റെ നീക്കം മലയാള ജനത പുച്ഛിച്ചു തള്ളുമെന്ന് ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച കനത്ത തിരിച്ചടിയിൽ നിന്നും CPM ഒരു പാഠവും പഠിച്ചിട്ടില്ലെന്നാണ് ഇത് തെളിയിക്കുന്നത്. അയ്യപ്പ വിശ്വാസികളെ അവഹേളിക്കുകയും ഭഗവാന്റെ സ്വർണം കവരുകയും ചെയ്ത ശേഷം അത് കോൺഗ്രസിന്റെ തലയിലിടാനുള്ള CPMന്റെ ഈ മണ്ടൻ രാഷ്ട്രീയം ഇത്തവണ ചെലവാകില്ല. സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ആക്രമിക്കുന്ന CPMന്റെ നെറുകേടിനെതിരെ ജനരോഷം ആളിപ്പടരുമെന്ന കാര്യത്തിൽ സംശയമില്ല.